നമ്മൾ ഇന്ന് ചെയ്യുന്ന വീഡിയോ ആണ് അൺബോക്സിംഗ് വീഡിയോ. വിചാരിക്കും എനിക്ക് എവിടെ നിന്നാണ് അൺബോക്സിംഗ് വീഡിയോ എന്ന്. എനിക്ക് നാട്ടിൽ നിന്ന് ഒരു പെട്ടി സാധനങ്ങൾ മമ്മി കൊടുത്തു വിട്ടിട്ടുണ്ട്. വേറെ ആരുടെയും കയ്യിൽ ഇവൻ ലോ ലെമൻ അല്ല ലെമൻ നാട്ടിൽ നിന്ന് വന്നു. ഓക്കെ, ഇവന്റെ കയ്യിൽ മമ്മി ഒരു കെട്ടി സാധനം കൊടുത്തു വിട്ടിട്ടുണ്ട്. ലിജോ നാട്ടിൽ നിന്ന് വന്നേ. ലിജോപ്പ വെൽക്കം ബാക്ക് ടു ഊട്ടി. കളിച്ചോ. അപ്പൊ നമുക്ക് അൺബോക്സിംഗ് വീഡിയോ. മമ്മി എന്തൊക്കെ സാധനങ്ങളാണ് കൊടുത്തുവിട്ടെ, ലിജോ വശം കൊടുത്തുവിട്ടെന്ന് നമുക്ക് നോക്കാം. പെട്ടി മുഴുവൻ എനിക്കുള്ള സാധനങ്ങളാണ്. അപ്പൊ ഈ പെട്ടി പൊട്ടിക്കൽ കർമ്മത്തിലേക്ക് നമ്മൾ കടക്കാണ്. ലിജോ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പെട്ടി ഈ പെട്ടി പൊട്ടിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആരുടെ കണ്ടെന്ന് പറഞ്ഞ ആരായിരുന്നു? അനീഷ് ജോർജ്. ആ ചേട്ടനാണെന്നറിയില്ല, അത്രയും പ്രായമില്ലായിരിക്കും. എന്റെ ആരാധകർക്ക് ചെറുപ്പക്കാരാ എന്നെ പോലെ. ഞാൻ അഗാധമായ ദുഃഖം ഏർപ്പെടുത്തുന്നു. ഞാൻ ഇല്ലാതെ എന്തിനാണ് പോയി ജസ്റ്റ് പരിചയപ്പെട്ടത് ആണല്ലേ. അപ്പൊ അനീഷിന് ഹായ്. നമുക്ക് പെട്ടി പൊട്ടിക്കൽ കടമത്തിലേക്ക് കടക്കാം. വാവ്, എന്ത് റൊട്ടി. ഇത് നമ്മുടെ മരിയ ബേക്കേഴ്സിലെ റൊട്ടി അല്ലേ? ഇത് ഞങ്ങളുടെ മരിയ ബേക്കേഴ്സ് അവിടുത്തെ റൊട്ടി കേട്ടോ. ഇപ്പഴും നല്ല സോഫ്റ്റാ. അല്ല, ഞാൻ ഈ റൊട്ടി വാങ്ങിച്ചത് നാളെ മട്ടൻ അല്ല സ്റ്റൂ ഉണ്ടാക്കാനാ. സ്റ്റൂവിന് ഇറച്ചി ഇവിടെ നാളെ ഉണ്ടാക്കാം. മണമൊക്കെ അതുപോലെ തന്നെയാടാ. മണം ഈ റൊട്ടി ഇങ്ങനെ മുറിച്ചെടുത്ത് കൈയിട്ട് മുറിച്ച് തിന്നണം. പണ്ട് ആലപ്പാട് ജ്വല്ലറി സ്വന്തം എന്ന് പറഞ്ഞ പോലെ മരിയ ബേക്കറി ആലപ്പാട് ജ്വല്ലറി നമ്മുടെ കുടുംബക്കാരുടെ അല്ലേ? ലിറ്റി തോമസ്, ആലപ്പാട് ജോസഫ് തോമസ്. ഇത് വലിച്ചു തിന്നതാണോ കാപ്പി മുഖത്ത്? അതായത് പോയി വെച്ചോ, അതിന്റെ വെളിയാണ് ഒരാൾക്കാർ വരുവായെന്ന് അറിയില്ല. നിന്റെ സാധനം പുതിയാൻ വേണ്ടി എന്റെ ഞാൻ എടുക്കാണല്ലേടൂ, നശിപ്പിക്കല്ലേ നീ. പിന്നെ അടുത്തത് ഇത് കൊട്ടാരത്തിന്റെ കവറിൽ വന്നെങ്കിലും കൊട്ടാരക്കാര് പച്ചക്കപ്പ് കൊടുക്കാൻ തുടങ്ങിയോ? ഇല്ലല്ലോ. ഇത് നമ്മുടെ സ്വന്തം പറമ്പിൽ നിന്ന് വാങ്ങിച്ച പറിച്ച കപ്പയല്ലേ? ഇത് നമ്മുടെ പപ്പട കപ്പ. നാളെ ഇതിപ്പോ ഫ്രിഡ്ജ് വെക്കണം. പച്ചക്കപ്പ കപ്പ ബിരിയാണി വെക്കാം അല്ലേ? ഒരു 2-3 കിലോ പച്ചക്കപ്പ. ഇതെന്നാന്ന് ചോദിച്ചാൽ പച്ചയത്തൊക്കെ ഇവിടെ വന്നപ്പോ മഞ്ഞയായി. ഇത് നമ്മുടെ പറമ്പിലാണോ? സ്വന്തം പറമ്പ് അറിയാത്തവനാ. ഇത് നമ്മുടെ പറമ്പിലെ ചുരുട്ടപ്പം. ഇത് നമ്മുടെ പറമ്പിലാണോ? ഇത് കൊഴലപ്പം കൊട്ടാരം ബേക്കേഴ്സ്. പിന്നെ കൊഴലപ്പം കൊട്ടാരം ബേക്കേഴ്സ്. ജസ്റ്റിനുള്ള പട്ടി ബിസ്ക്കറ്റ്. പറഞ്ഞു പട്ടി ബിസ്ക്കറ്റ് എന്ന് പറയരുത്, പട്ടിക്കുള്ള ബിസ്ക്കറ്റ്. സോറി, ജസ്റ്റിക്കുള്ള ബിസ്ക്കറ്റ്. മമ്മി ഒത്തിരി പട്ടി ബിസ്ക്കറ്റ് കൊടുത്തു വിട്ടു. മമ്മിക്ക് അറിയാം മരുമോൻ രാവിലെ ജോലിക്ക് പോകും പട്ടിണിയാ പോകുന്നെന്ന്. അപ്പൊ പിന്നെ പട്ടി ബിസ്ക്കറ്റ് ഈ ഒത്തിരി ഉണ്ട് കേട്ടോ. അല്ലേ, ഇത് മമ്മി എടുത്തോട്ടല്ല, ഞാൻ കാലൊക്കെ പഠിച്ചിട്ടുണ്ടാ. പാവൻ ലിജോപ്പ പെങ്ങൾക്ക് വേണ്ടി വാങ്ങിച്ചുകൊണ്ട് വന്നാ. പിന്നെ ലിജോ അവിടെ കുറെ ജെട്ടി കുട്ടി പട്ടി ടീഷർട്ടുകൾ, അവന്റെ ടീഷർട്ടുകൾ. അച്ചാറൊക്കെ വീണു, സാരില്ല. ഇത് എരിവുള്ള ബിസ്ക്കറ്റ്. എന്നാ എരിവുള്ള അതിന്റെ പേര് പറയും മസാല ബിസ്ക്കറ്റ്. മമ്മി ശരിക്കും ഞങ്ങളെ തടിയന്മാരാക്കാൻ വേണ്ടി നല്ല കാപ്പിപ്പൊടി അത് കൊണ്ടുവരണ്ടായിരുന്നു. അവന് വേണ്ടിട്ടുള്ള ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. അല്ല, എനിക്ക് തന്നിട്ടാണ്. അതാ പറഞ്ഞു ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. പൊട്ടിക്കാതെ പാക്കറ്റ് ഇരിപ്പുണ്ടോ? ഇത് പറഞ്ഞാൽ മതിയായിരുന്നു, ഞാൻ പറഞ്ഞ പറ്റും. ബ്രൂവിന്റെ കാപ്പിപ്പൊടി. എല്ലാരും ചോദിച്ചു ലിച്ചി എവിടെയാ കാപ്പിപ്പൊടി കാപ്പി ഉണ്ടാക്കുന്നതെന്ന്. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ബ്രൂ പൊടിച്ചാണ് കാപ്പി ഉണ്ടാക്കുന്നത്. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മറ്റേ ഇത് കേറ്ററിംഗ് പാക്ക്. പിന്നെ ബിസ്ക്കറ്റ്, അച്ചാർ, ഗണ്യമാങ്ങ. മമ്മി നിനക്കൊന്നും നമ്മുടെ വീട്ടിൽ എല്ലാം എനിക്കാണോടാ? പാവം ഉണ്ടല്ലേ. ഓ സീന
മമ്മിയോട് ഞാൻ പ്രത്യേകം പറഞ്ഞ ഒരു 2 സീറ്റിനെ കൊടുത്തു വിടാവുള്ളൂ. ജസ്റ്റ് ഇത് ഭയങ്കര ഭ്രാന്താണ്. അപ്പൊ ലിജോ വരുന്ന വഴിക്ക് മേടിച്ചോണ്ടല്ലേ? ആ ലിജോ തൂക്കൊപ്പിക്കണ്ടേ ലിജോ വാങ്ങിച്ചതാ സീറ്റിനാ. അതും ബാറ്ററി നിർത്തി ചവിട്ടി നിർത്തി സോമിനെ കൊണ്ട് ഉണ്ടാക്കി മേടിച്ചത്. ഞാൻ ആളെ വിളിച്ചു പറഞ്ഞായിരുന്നു ഇനി ഹൈലൈറ്റ് സാധനം എന്താണ് അത് പൊട്ടിക്കണം. അതാ കത്തി ഇത് മുമ്പിലായിരിക്കും വലിച്ചു പറിക്കുന്നത്. അത് ഇതായിരിക്കും എല്ലിക്കപ്പയാണ്. എല്ലാം കപ്പേ. അത് കേടാക്കാണ് കേട്ടോ. എല്ലിക്കപ്പയാണ് ദിവസം. എല്ലിക്കപ്പയാണോ അതോ കപ്പയാ. ഭയങ്കര പുല്ലോട്ടോ അല്ല ആ കൂടെ അടുത്തത് വെളിയിലല്ല ആ കൂട്. ഓ ഇത് പിന്നെ പറിച്ചു പോലും നോക്കണ്ട. കുമ്പളപ്പത്തിലല്ല കുമ്പിളിന്റെ മണം വന്നിട്ടുണ്ടല്ലോ, ഒരു രക്ഷയില്ല. ഇനി 3-4 ദിവസം അവധിയാ. ഇതെല്ലാം തിന്നു നിർത്തിട്ടേ ഞാൻ ജോലിക്കും പോകുള്ളൂ. ഇത് കണ്ടിട്ട് ആരും വെള്ളം കൂടണ്ട. തരുവിനെ എന്തൊക്കെ പറഞ്ഞാലും എന്റെ ലോല മനസ്സാ. ഓലപ്പടക്കം കുമ്പളന്ന് പടക്കം കണ്ടോ. മമ്മിയുടെ ഇത് മമ്മി പാവം ഇന്നലെ ഉറങ്ങിയില്ലെന്ന് തോന്നല്ലേ. എനിക്കകത്ത് പ്രശ്നം കുമ്പളുണ്ടാക്കലാണ് മമ്മിയുടെ മെയിൻ. ഇതെന്നാ സാറേ? ബീഫാണ്. ഇത് ബീഫ് ഒലത്തിയത്. അതൊക്കെ ഉള്ളു. അതെ അത് പാട്ടപ്പെടും. ഇത് അവസാനം തേങ്ങ ഉടക്കാൻ നാട്ടിന്ന് തേങ്ങ മമ്മിയുടെ കാര്യങ്ങൾ അല്ല പച്ചക്കൂട് ജസ്റ്റ് വിചാരിച്ചു ക്രിക്കറ്റ് ബോളാണ്. ഇത് നമ്മുടെ സ്വന്തം വീട്ടിലുണ്ടായ പാഷൻ ഫ്രൂട്ട്. വീട്ടിലെ പാഷൻ ഫ്രൂട്ട് രാവിലെ പറിച്ച് കഴിക്കില്ല പോയനായിട്ട്. ഇത് ജസ്റ്റിയുടെ അല്ല ലിജോപ്പന്റെ ഈ ഉഴുന്നാടാ, പെരുന്നാളിന് കിട്ടുന്ന ഉഴുന്നാടാ. അത് ഞാൻ പിന്നെ ഈ പൊടിയായിട്ട് വന്നത് അച്ചപ്പമായിരുന്നു. കുഴലപ്പോ അച്ചപ്പമായിരുന്നു. സത്യം പറഞ്ഞത് പൊടിഞ്ഞു പോയി. പിന്നെ കൊറേ മിക്സർ ടച്ചിങ്സ്. പിന്നെ ഇന്ന് കൊറേ പൊടികളൊക്കെ. അയ്യോ ജസ്റ്റ് എന്നെ പൊക്കിക്കേ ജസ്റ്റ്. നീന്ന് മടുത്തു മുട്ടക്കുത്തിന്ന്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് മമ്മി നാട്ടിൽ നിന്ന് കൊടുത്തു വിട്ടത്. അൺബോക്സിങ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ വേണേ ഒരു ഗീവ് അവേ തരാം, ഒരു അച്ചപ്പം. അപ്പോൾ ശരി എന്നാ പോയച്ചും വരാം.